അങ്ങനെ കാത്തിരുന്ന കണ്ണൂർ യാത്രയും എത്തിയിട്ടോ. ഈവനിങ് വന്ദേ ഭാരതായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. ഞങ്ങളുടെ റിസോർട്ട് സീറ്റിൽ കയറി നല്ല എക്സിക്യൂട്ടീവ് ലുക്കായിരുന്നു കേട്ടോ. ചെന്ന പാടെ തന്നെ ഒരു കപ്പ് ചൂടുവെള്ളവും ഒരു മിനറൽ ബോട്ടിലുമാണ് തന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുടിക്കാനുള്ള നെസ്കാഫയുടെ ഗോൾഡ് കോഫി പൗഡറും ഡൈജസ്റ്റിൻ്റെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ലൈറ്റിൻ്റെ ഷെയ്ഡ് കാരണം ഞങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയായിരുന്നു കേട്ടോ കാണാൻ പറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റ്. രണ്ടാമത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു 8 മണിയായപ്പോൾ നമ്മുടെ ഡിന്നർ വന്നു കേട്ടോ. നേരത്തെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ വെജ് വേണ്ടവർക്ക് വെജും നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പിക്കിളും വേണം കിട്ടും കേട്ടോ. ഹാൻഡ് സാനിറ്റൈസറും നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് കൈ കഴുകാനൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ടൈഡി ബാത്റൂം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞങ്ങൾ. ഇതിങ്ങനെ അടുക്കി കൊണ്ടുവന്നത് കാരണം സ്പില്ല് ചെയ്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ടോപ്പ് കവർ റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിത് എവിടെ വയ്ക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി ഉണ്ടായിരുന്നു. കാരണം അത്ര നീറ്റായിരുന്നു. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പ് കറിയായിരുന്നു കേട്ടോ. രണ്ടാമത്തത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മസാലക്കറിയുടെ മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാനുള്ള ഭംഗിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഓക്കെ ആയിരുന്നു. നമുക്ക് അത്ര ടേസ്റ്റി ഫുഡാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചോറും തോരൻ, തൈര്, അതുപോലെ നമ്മുടെ ചപ്പാത്തിയൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് നമുക്ക് വന്നത് ഐസ്ക്രീമായിരുന്നു. മലയാളികളുടെ തനി സ്വഭാവം എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും ചെയ്തത്. അതിനുശേഷം നമുക്കൊരു കോഫി കൂടെ അവൈലബിളായി കിട്ടി. ലാസ്റ്റ് നമ്മളൊരു 10:30-11 ആയപ്പോഴത്തേക്ക് കണ്ണൂരെത്തി. അങ്ങനെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം.